ഗുജറാത്തിലെ ഗാന്ധിധാം എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായ ഒരു ദേവാലയത്തിലേക്കാണ് പാതിരിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തീരപ്രദേശമാണ്. നമുക്ക് ഏറെ സുപരിചിതമായ ഭുജ് എന്ന് പറയുന്ന പ്രദേശത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗാന്ധിധാം. ഈ ഒരു സ്ഥലത്ത് അതീവ പ്രൗഢിയോടുകൂടി തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയം തല ഉയർത്തി നിൽക്കുന്നത്. ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശമായ ഈ ഒരു ഭാഗത്ത് ഇത്ര മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നൂറുകണക്കിനുള്ള കത്തോലിക്ക വിശ്വാസികളുടെ പിന്തുണ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ദേവാലയത്തിൻ്റെ അകംഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മുഴുവനും തടികളിൽ തീർത്ത കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചുവരുകളും ദേവാലയത്തിൻ്റെ ഉൾഭാഗവുമൊക്കെയാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത്. ഏതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും തടികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു സൗധമായിട്ട് ഈ ഒരു ദേവാലയം ഇന്ന് നിലകൊള്ളുകയാണ്. ദേവാലയത്തോട് വിശ്വാസികൾ കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗം കൂടിയാണ് ദേവാലയത്തിനുൾഭാഗം ഇത്ര മനോഹരമായി കാണപ്പെടുന്നത് എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇരിപ്പിടങ്ങൾ തടികളാൽ തീർത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേൽത്തട്ട് മുകൾ ഭാഗം തടികളാൽ ആവരണം ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീടിനേക്കാൾ മനോഹരമായിരിക്കണം എൻ്റെ ദേവാലയം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസികളെ ഇത്തരണത്തിൽ ഒരു ദേവാലയത്തിന് ഉൾഭാഗം നിർമ്മിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ദേവാലയം ഇത്ര മനോഹരമായി സൂക്ഷിക്കുന്നത് ദൈവത്തോടുള്ള ആദരവ് കൂടിയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ദൈവജനം മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇത്ര മനോഹരമായിട്ട് പ്രൗഢിയോടുകൂടി ഈ ഒരു ദേവാലയം ഇന്നും നിലനിൽക്കുവാനും ഇതിൻ്റെ ഓരോ ഭാഗവും മനോഹരമായിട്ട് നിലനിർത്തുവാനും കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് ഈ ഒരു ദേവാലയം നിലകൊള്ളുന്നത് രാജ്കോട്ട് രൂപതയുടെ കീഴിലാണ്. അവിടെയുള്ള രൂപത വൈദികരാല് ഇന്ന് ഈ ഇടവക ജനം അവരുടെ വിശ്വാസ സംരക്ഷണം ഈ ദേവാലയത്തോട് അനുബന്ധിച്ച് നടത്തി വരികയാണ്. ഇത് എന്നും പ്രൗഢിയോടുകൂടി നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് നേരുവാനുള്ളത്.